ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ള ഓർഗാൻസ മെറ്റീരിയലാണ്. ഇതിൻ്റെ അളവ് കാണിച്ചു തരാം. ഇതിൻ്റെ വീതി 10 സെൻറ്റിമീറ്റർ, ഇത് ഫുള്ളായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന നീളം 85 സെൻറ്റിമീറ്ററും ആട്ടോ. ഈ ഒരു അളവിലാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി ഇതിൻ്റെ എൻഡ് വശത്തിന് ഇതുപോലെ 1 സെൻറ്റിമീറ്റർ ഒന്ന് ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കാം. അതിനുശേഷം ഇതേപോലെ വെച്ച് നമുക്കൊന്ന് എൻഡ് തയ്ച്ചെടുത്തിട്ട് വരണം. അപ്പം മെഷീൻ ഉണ്ടെങ്കിൽ അതിലോ അല്ലെങ്കിൽ കൈ വെച്ചോ തയ്ക്കാം. ഞാനിവിടെ തയ്ച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശത്തിന് ഇതുപോലെ ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് പുറത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇലാസ്റ്റിക്കാണ്. ഇതിൻ്റെ അളവ് 20 സെൻറ്റിമീറ്റർ ആട്ടോ. 20 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഈ ഇലാസ്റ്റിക്കിനെ ഇതുപോലെ സേഫ്റ്റി പിൻ ഉപയോഗിച്ച് നമുക്ക് നേരത്തെ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഓർഗാൻസയുടെ ഉള്ളിലൂടെ ഇതുപോലെ ഒന്ന് കയറ്റിയെടുത്തേച്ച് വരാം. അതിനുശേഷം ഈ 2 എൻഡും കൂടെ ചേർത്ത് വെച്ച് ഒന്ന് സൂചി നൂലും വെച്ച് തയ്ച്ചു കൊടുക്കാം. അപ്പം നല്ലോണം തയ്ച്ചെടുത്തതിന് ശേഷം എന്നിട്ട് നമുക്ക് നല്ലോണം കെട്ടിട്ടെടുക്കാം. അതിനുശേഷം ഈ മെറ്റീരിയലിൻ്റെ ഒരു വശത്തിന് മറ്റേ വശത്തിൻ്റെ ഉള്ളിലോട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കയറ്റി കൊടുക്കാം. അതിനുശേഷം അതിനെ രണ്ടും കൂടെ ജോയിൻ്റ് ആയിട്ടിരിക്കാനായിട്ട് നമുക്ക് സൂചി നൂല് ഉപയോഗിച്ച് ചുറ്റിനും തയ്ച്ചെടുക്കാം. അപ്പം നല്ലോണം ഇന്ന് തയ്ച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് നമ്മുടെ സ്ക്രഞ്ച് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തയ്ച്ച ആ ഭാഗത്തുള്ള ഏകദേശം 5 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ഇതുപോലെ ഈ ഓർഗാൻസ മെറ്റീരിയലിനെ നമ്മുടെ ഇലാസ്റ്റിക്കിലോട്ട് ചുറ്റിച്ച് കൊടുക്കുക. നല്ലോണം ചുറ്റിച്ചതിന് ശേഷം അത്രയും പോർഷൻ സൂചി നൂല് ഉപയോഗിച്ച് തന്നെ തയ്ച്ചിട്ടുണ്ട്. എന്നിട്ട് ആ നൂലിലോട്ട് ഇതുപോലെ 0.5 mm ഗോൾഡൻ കളറിലെ ബീഡ്സ് നമ്മൾ കൊരുത്തെടുത്തിട്ടുണ്ട്. ഈ കൊരുത്ത് വെച്ചേക്കുന്ന ഈ ബീഡ്സിന് ആ ഒരു പോർഷനിൽ ഫുള്ളായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മാത്രം മതി. അത്രയും പോർഷൻ നമുക്ക് കവറായി കിട്ടും. അപ്പം നല്ല ഭംഗിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് അതിൽ യോജിച്ചിരിക്കാനായിട്ട് ആ സൂചി നൂല് ഉപയോഗിച്ച് തന്നെ നമുക്കൊന്ന് തയ്ച്ചെടുത്തേച്ച് വരാം. അപ്പോൾ നമ്മൾ നല്ലോണം തയ്ച്ച് അവിടെ വെച്ച് തന്നെ കെട്ടിട്ടെടുത്തിട്ടുണ്ട്. നല്ലോണം 1-2 പ്രാവശ്യം കെട്ടിട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പം നല്ല ഭംഗിയിൽ നമുക്കിത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയായിട്ടോ ഇത് നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ മറ്റൊരെണ്ണവും ഞാനിവിടെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന് ഞാൻ എടുത്തിട്ടുള്ള അളവിലാണ് ചെറിയ വ്യത്യാസം വരുത്തിയത്. അതായത് ഇതിൻ്റെ വീതി 8 സെൻറ്റിമീറ്റർ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടില്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ.